ഓക്കെ, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻ ടൂൾ എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു പറഞ്ഞത് അല്ലേ. എന്താണ് മെഷീൻ ടൂൾ എന്നുള്ള സാധനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻ ടൂൾ അല്ലെ, മെഷീൻ ടൂളിന്റെ ക്ലാസിഫിക്കേഷനും കാര്യം. അപ്പൊ നമുക്ക് ഒരുപാട് ടൈപ്പ് ആയിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനകത്ത് പറയുന്നത് ഓരോന്നിന്റെയും എന്തിന്റെയൊക്കെ ബേസിസിലാണെന്ന്. അപ്പൊ നമുക്ക് വശത്തെ എടുക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സർഫസ് ജനറേറ്റഡ്, ഏത് ടൈപ്പ് ഓഫ് സർഫസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അതിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ നമുക്ക് സിലിണ്ടറിക്കൽ വർക്ക് മെഷീൻ ടൂളുകളുണ്ട് അല്ലെ, ലെയ്ത്ത് ഉണ്ട്, ക്യാപ്സൺ ആൻഡ് ടർട്ട് ലെയ്ത്ത് ഉണ്ട്. അതെല്ലാം നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന വർക്ക് പീസിന്റെ പ്രത്യേകത സിലിണ്ടർ ഷേപ്പ് ആയിരിക്കും അല്ലെ, സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇനി അതേസമയം ഫ്ലാറ്റ് സർഫസ് മെഷീൻ ടൂൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മില്ലിംഗ് മെഷീന്, ഷേപ്പിംഗ് മെഷീന്, പ്ലാനിങ് മെഷീൻ, ഇതെല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഫ്ലാറ്റ് സർഫസിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഫ്ലാറ്റ് സർഫസ് മെഷീൻ ടൂൾ ആയിരിക്കും. ഇനി പർപ്പസ് ഓഫ് മെഷീൻ ടൂളിന്റെ പർപ്പസ് അനുസരിച്ചിട്ട്, എന്ത് പർപ്പസിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സിംഗിൾ പർപ്പസ് എന്നും മൾട്ടി പർപ്പസ് എന്നും സ്പെഷ്യൽ പർപ്പസ് എന്നും അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലെ. സിംഗിൾ പർപ്പസ്, മൾട്ടി പർപ്പസ്, സ്പെഷ്യൽ പർപ്പസ്, ട്രാൻസ്ഫർ മെഷീൻ, ന്യൂമറിക്കൽ കൺട്രോൾ അല്ലെ, NC മെഷീൻസ് എന്നൊക്കെ പറഞ്ഞത്. ട്രാൻസ്ഫർ മെഷീൻ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തായിരുന്നു പർപ്പസ് അല്ലെ, ഇന്ന ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ടൈപ്പിലെ ബേസിസിലായിരിക്കും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ആദ്യത്തെ പറഞ്ഞത് സർഫസ് ജനറേറ്ററിന്റെ ബേസിസിലായിരുന്നു നമ്മുടെ സിലിണ്ടറിക്കൽ എന്ന്, ഇനി ഫ്ലാറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ. ഇനി പർപ്പസിന്റെ ബേസിസിലാണ് സിംഗിൾ പർപ്പസ്, ഒരൊറ്റ പർപ്പസിന് വേണ്ടി മാത്രം, മൾട്ടി പർപ്പസ്, സ്പെഷ്യൽ പർപ്പസ്, ട്രാൻസ്ഫർ മെഷീൻ, അതുപോലെ ന്യൂമറിക്കൽ കൺട്രോൾ. ഇനി അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദ ചിപ്പ്, ഇതിനകത്തോട്ട് ഫോം ചെയ്യിപ്പിക്കുന്ന ചിപ്പിന്റെ ബേസിസിൽ വലിയ ചിപ്പ് ഫോം ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഇതുണ്ടെങ്കിൽ അതാണ് മെഷീൻ ടൂൾസ് യൂസിങ് കട്ടിംഗ് ടൂൾസ്, ലെയ്ത്ത്, മില്ലിങ്, പ്ലാനർ, സ്ലോട്ടർ കേട്ടോ. അത്തരത്തിലുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫോം ചെയ്യിപ്പിക്കുന്ന ചിപ്പിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിപ്പ് ഭയങ്കര വലിയ ചിപ്പുകളായിരിക്കും കിട്ടുന്നത്. അതേസമയം അബ്രസീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രൈൻഡിങ്, ഹോണിങ്, ലാപ്പിങ്, ഗ്രൈൻഡിങ് അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, മെഷീൻ ടൂൾസ് യൂസിങ് അബ്രസീവ്സ്, ഹോണിങ്, ലാപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ സൈസ് ഓഫ് ദ ചിപ്പ് എന്നറിയപ്പെടുന്ന, കിട്ടുന്ന സൈസ് ഓഫ് ദ ചിപ്പ് എന്നറിയപ്പെടുന്ന ഭയങ്കര ചെറുതായിരിക്കും. അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെച്ചിരിക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻ ടൂൾ. ക്ലിയർ അല്ലേ? പിന്നെ അതിനുശേഷം പർപ്പസ് അനുസരിച്ചിട്ട് സിംഗിള്, മൾട്ടി, സ്പെഷ്യൽ, ട്രാൻസ്ഫർ, അതുപോലെ ന്യൂമറിക്കൽ. അതെ, ചെറിയ ചിപ്പും വലിയ ചിപ്പും എന്നുള്ള രീതിയിൽ അല്ലെ. ചെറിയ ചിപ്പ് ആവുന്ന സമയം, അല്ലെങ്കിൽ ചെറിയ ചിപ്പ് ആണെന്ന് നമ്മുടെ ലാപ്പിംഗ്, ഹോണിങ്, ഗ്രൈൻഡിങ്ങിന്റെ തന്നെ കുറച്ചുകൂടെ വലിയ പ്രോസസ് ആയിരിക്കും ഈ ഇതെന്ന് അറിയപ്പെടുന്നത്. ഹോണിങ്, ലാപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സർഫസ് ഫിനിഷ് കിട്ടുന്ന പ്രോസസ് ആയിരിക്കും. അപ്പൊ അതിനകത്തുനിന്ന് മൈന്യൂട്ട് പാർട്ടിക്കിൾ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിപ്പ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിരിക്കും, ഭയങ്കര ചെറിയ രീതിയിലായിരിക്കും. അതേസമയം മെഷീൻ ടൂൾസ്, ലെയ്ത്ത്, മില്ലിങ്, പ്ലാനർ, സ്ലോട്ടർ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞ സാധനം അധികം നമ്മൾ നോക്കുന്നില്ല. പകരം എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽ ആയിരിക്കും അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള സാധനമായിരിക്കും ലെയ്ത്ത്, മില്ലിങ്, പ്ലാനർ, സ്ലോട്ടർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ. ഇനി അടുത്ത മെഷീൻ ടൂളിന്റെ പെർഫോമൻസ് ക്രൈറ്റീരിയ പറയണം. വൈൽ ഡിസൈനിങ് എ മെഷീൻ ടൂൾ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് നീഡ് ടു ബി കൺസിഡറേഷൻ. അപ്പൊ നമ്മൾ താഴെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ മെഷീൻ ഡിസൈൻ അല്ലെങ്കിൽ മെഷീൻ ടൂളിനെ നമ്മളെ പെർഫോമൻസിന്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയാം, അല്ലെങ്കിൽ അത് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഷുഡ് ബി സേഫ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ് അല്ലെ, നമുക്ക് സേഫ് ആയിരിക്കണം, ഈസി ടു ഓപ്പറേറ്റ് ആയിരിക്കണം. ആക്യുറസി നോക്കണം. ഷുഡ് ഹാവ് എ ഗുഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ടൂളിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഭയങ്കര കൂടുതലായിരിക്കണം. ഓപ്പറേഷൻ കോസ്റ്റ് ഷുഡ് ബി ലോ അല്ലെ, ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പറേഷൻ കോസ്റ്റ് എന്നറിയപ്പെടുന്ന കുറവായിരിക്കണം. ഇനി അതുപോലെ തന്നെ കൺട്രോൾസ് ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് കൺവീനിയന്റ് പോയിന്റ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം കൺവീനിയന്റ്, പെട്ടെന്ന് ഓഫ് ചെയ്യാനും പെട്ടെന്ന് ഓൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഫീഡ് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ ബ്ലാങ്ക്സ് ഷുഡ് ബി സച്ച് ദാറ്റ് ദേ ക്യാൻ ബി ലോഡഡ് ആൻഡ് ക്ലാംപ്ഡ് ഈസിലി അല്ലെ. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വർക്ക് പീസ് പെട്ടെന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് അടുത്തതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യിപ്പിക്കാൻ, അല്ലെ ആ ഒരു ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനൊരു പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ പെർഫോമൻസ് ക്രൈറ്റീരിയ. ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക, ഇതൊന്നും നമ്മൾ ആ പറയുന്ന സമയത്ത് ഓടി നിൽക്കത്തില്ല. ഓക്കെ. ഇനി ഫാക്ടേഴ്സ് ഇൻ മെഷീനിങ് ഓപ്പറേഷൻ അല്ലെ, നമുക്ക് മെഷീനിങ് ഓപ്പറേഷനിൽ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് പറയാണ്. The operations of removing metal by means of a cutting tool using some sort of machine tool in order to obtain a desired shape is called machining. അപ്പൊ എന്താണ് മെഷീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ ടൂൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു കട്ടിംഗ് ടൂൾ ഉണ്ടെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് കട്ടിംഗ് ടൂളിൽ നമ്മൾ ഒരു വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്യാണെന്ന് വെച്ചോ. അപ്പൊ ടേൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് മെഷീനിങ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു, നമ്മുടെ ആ ഒരു മെറ്റൽ വർക്ക് പീസിനെ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഇതിന്റെ അതിനകത്തു നിന്നുള്ള ആ വർക്ക് പീസിന്റെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ നമ്മൾ എടുത്ത് കളയുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ ആയിരിക്കും മെഷീനിങ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നോക്കാം, ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് സച്ച് ആസ് ടേണിങ്, ബോറിങ്, മില്ലിങ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ മെഷീൻ ടൂളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്.
The selection of a machine tool for a particular operation depending upon many factors such as the shape and the size of the product required. അപ്പോൾ എന്തിനേക്കായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഇരിക്കുന്ന പ്രോഡക്റ്റിന്റെ സൈസും ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി എത്ര ക്വാണ്ടിറ്റി ആണ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്, നമ്മൾ എന്താണ് ആക്ച്വൽ ഓപ്പറേഷൻ എന്താണ് പെർഫോം ചെയ്യിപ്പിക്കേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ദ നമ്പർ ഓഫ് കമ്പോണൻസ് റിക്വയർഡ്, അല്ലെ, ഇതിനകത്ത് എത്ര കമ്പോണൻസ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ടു ബി ഹാൻഡിൽഡ്, എന്തൊക്കെ മെറ്റീരിയൽ ആണോ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെ, നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യാനാണോ ബ്രാസ് ആണോ അങ്ങനെയുള്ള ഏത് മെറ്റീരിയൽ ആണോ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ ഡിഗ്രി ഓഫ് ആക്യുറസി റിക്വയർഡ്, അല്ലെ, ഇതിനകത്ത് നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ട ആ ഒരു ഡിഗ്രി ഓഫ് ആക്യുറസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞ കാര്യം എന്താണ്? സെലക്ഷൻ ഓഫ് എ മെഷീൻ ടൂൾ ഫോർ എ പർട്ടിക്കുലർ ഓപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പർട്ടിക്കുലർ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കുന്ന മെഷീൻ ടൂൾ ഏതാണെന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അതായത് മെറ്റീരിയൽ ഏതാണ്, അതുപോലെ തന്നെ എന്ത് ഷേപ്പാണ് അടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻസ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ എത്ര വലിയ സൈസുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എത്ര കമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ ഏത് മെറ്റീരിയലാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്, അതുപോലെ തന്നെ എത്ര ആക്യുറസിയിലാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും ക്ലിയർ ആണ്? ഈ സാധനം ഇത്രയും ക്ലിയർ അല്ലേ? ചുമ്മാ ഓർമ്മിച്ച് വെച്ചിരുന്ന മതി, ചുമ്മാ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ ഓക്കെ അടുത്ത നോക്കിയാൽ അടുത്ത നമ്മളെ ലെയ്ത്തിന്റെ ഇൻട്രൊഡക്ഷൻ. ലെയ്ത്ത് ഇസ് എ മെഷീൻ വൈഡ്ലി യൂസ്ഡ് ഫോർ വുഡ് വർക്ക് ആൻഡ് മെഷീനിങ് ഓഫ് മെറ്റൽ പാർട്സ്. ലെയ്ത്ത് എന്ന് പറഞ്ഞ സാധനം നമ്മൾ മോസ്റ്റ് കോമൺലി ഒക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കാർപ്പൻറ്റർ അല്ലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വുഡ് വർക്കിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മുടെ ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സംഗതി ലെയ്ത്ത് എന്ന് പറഞ്ഞ സാധനം സിലിണ്ടറിക്കൽ വർക്ക് പീസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ലെയ്ത്ത് ഉപയോഗിക്കുക. ലെയ്ത്ത് ഇസ് എ മെഷീൻ വിച്ച് ടേൺസ് എ വർക്ക് പീസ് എഗെയിൻസ്റ്റ് എ കട്ടിംഗ് ടൂൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സാധനമായിരിക്കും. നമ്മുടെ വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ഷേപ്പിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരായിരിക്കും നമ്മുടെ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് എന്തിനകത്തായിരിക്കും? ലെയ്ത്തിനകത്തായിരിക്കും. അപ്പം ആ ഒരു ടേണിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആയിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി പറയുന്നത്. അപ്പം ലെയ്ത്ത് എന്തിനു വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്? നമുക്ക് ഫേസിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, അല്ലെ? ഒരു ഫേസിങ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ ആ ലെങ്ത്തിനെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന പ്രോസസ്സാണ് ഫേസിങ്. ഇനി ടേണിംഗ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഡയമീറ്റർ ഉണ്ടെങ്കിൽ എപ്പോഴിരിക്കുന്ന ഡയമീറ്ററിനെക്കാട്ടിലും ചെറിയ ഡയമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ടേണിംഗ്. അതുപോലെ തന്നെ നെർലിംഗ്, അല്ലെ, ഇതിന്റെ പുറത്ത് പാറ്റേൺ പോലെ അടിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിനായിരിക്കും നെർലിംഗ് എന്നറിയപ്പെടുന്നത്. ഇനി ടേപ്പർ അടിക്കുക, അല്ലെ, ഒരു സ്ഥലത്ത് ഡയമീറ്റർ കൂടുതലും ഒരു സ്ഥലത്ത് ഡയമീറ്റർ കുറവും എന്നുള്ള രീതിയിൽ നമ്മൾ അടിക്കുന്നതായിരിക്കും ടേപ്പർ കട്ടിംഗ്. അതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് എന്ത് അടിക്കാൻ വേണ്ടി പറ്റും? ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വേണമെങ്കിൽ ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മെനി അതർ മെറ്റൽസ് ആൻഡ് വുഡ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലെയ്ത്തിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? Okay, history of lathe, അല്ലെ. Lathe is very ancient tool and first use date back അപ്പം 1300 BC ഈജിപ്തിലായിരുന്നു ആദ്യ കാലങ്ങളിൽ നമ്മൾ ലേത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി സിറിയയും ഗ്രീസിലൊക്കെ ഉപയോഗിച്ചു. Ancient Rome came to know about this machine and they further developed this machine during the medieval period. The use of this machine had a spread for most of European. It was during the Industrial Revolution which gained ഇതൊന്നും വേണ്ട, ചുമ്മാ നോക്കി വെച്ചു. The development of the electronics automated lathe have been developed. അതായത് ഹിസ്റ്ററി എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നതാണ്. ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ആദ്യ കാലങ്ങളിൽ ഈജിപ്തിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മെഡീവൽ പീരീഡിലും എല്ലാ കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ഇന്ന് വരുന്ന രീതിയിലുള്ള ഒരു ലെയ്ത്തിലോട്ടായിരിക്കും നമ്മൾ കൊണ്ടുവന്നെത്തിക്കുക. ഓക്കെ, ആയിക്കോട്ടെ, പോട്ടെ. ഇനി എവല്യൂഷൻ ഓഫ് ലെയ്ത്ത് എന്ന് പറഞ്ഞ സാധനം. ഫസ്റ്റ് ലെയ്ത്ത് വാസ് എ സിമ്പിൾ ലെയ്ത്ത് വിച്ച് ഈസ് നൗ റെഫർഡ് ടു ആസ് എ 2-person ലെയ്ത്ത്. അപ്പം ഫസ്റ്റത്തെ സംഭവം നമ്മൾ പറയുന്നത് സിമ്പിൾ ആയിരിക്കുന്ന ലെയ്ത്ത് ആയിരിക്കും. അതെന്നറിയപ്പെടുന്ന 2 പേഴ്സൺസിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ആ ലെയ്ത്ത് ഇതാക്കുക. ഒരു പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് പീസ് ഇതുമായിട്ടല്ലേ, 1 person വുഡ് ടേൺ ദ വുഡ് വർക്ക് പീസ്. വുഡ് വർക്ക് പീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വുഡ് വർക്ക് പീസിനെ എന്ത് ചെയ്യിപ്പിക്കുക? ടേൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. in a piece using rope and other person would shape the ഒരു വർക്ക് പീസിനെ പർട്ടിക്കുലർ ഷേപ്പിലോട്ട് മാറ്റുന്ന രീതിയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് 2-person ആയിരുന്നു, അല്ലെ, 2 ആൾക്കാരായിരുന്നു. ഒരാള് നമുക്ക് ആ ഒരു വർക്ക് പീസിനെ പിടിച്ച് കറക്കുകയും മറ്റേ ആൾ എന്ത് ചെയ്യുന്നത്? കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഒരു വർക്ക് പീസിനെ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. The design was improved by ancient Rome and who ordered a turning ടൂൾ വിച്ച് ഈസ് ദ വർക്ക്, അല്ലെ, വുഡ് വർക്ക്. പിന്നെ അതിനുശേഷം എന്താ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു ടേണിങ്ങും കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഈ ടൂള് പിടിക്കുന്ന ഒരാള് പിന്നെ അതിനുശേഷം കറക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ സാധനത്തിനെ മാറ്റിയിട്ട് ഒരാളെ വെച്ചിട്ട് തന്നെ അയാൾ തന്നെ കറക്കുന്നുണ്ട്, അയാൾ തന്നെ ആ ഒരു എന്ത് ചെയ്യുന്നത്? ആ ഒരു കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അതിന് ശേഷം പിന്നെ ഒരു ലേറ്റർ പെഡൽ ആസ് എ മാനുവൽ സൂയിങ് മെഷീനിൽ നമ്മളൊരു പെഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ
ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സ്പ്രിംഗ് പോൾ ലെയ്ത്ത്. അതായിരുന്നു നമ്മൾ ആദ്യത്തെ നമ്മളിപ്പോ കാണുന്ന ആ ഒരു ലെയ്ത്തിന്റെ ഏറ്റവും ഫസ്റ്റത്തെ ആ ഒരു വെർഷനെ പറയുന്ന രീതിയായിരിക്കും സ്പ്രിംഗ് പോൾ ലെയ്ത്ത് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഈ സ്പ്രിംഗ് പോൾ ലെയ്ത്ത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ സ്പ്രിംഗ് പോൾ ലെയ്ത്തിന്റെ ആ ഒരു കൺസ്ട്രക്ഷന്റെ ബേസ് ആയിട്ടായിരിക്കും ഇനി അതിനുശേഷം ഒരു ഹോഴ്സ് പവർഡ് ആയിട്ടുള്ള ബോറിംഗ് മെഷീൻ വാസ് ഇൻസ്റ്റാൾഡ് വിച്ച് വാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കാനൺസ് അല്ലെ. നമുക്ക് ആ ഒരു പീരങ്കി ആ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാനൺസ് അല്ലെങ്കിൽ കാനൺസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ലെയ്ത്ത് ആയിട്ട് പിന്നെ ഉണ്ടാക്കിയത്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ കേട്ട് വെച്ചിരിക്കുക. ഡ്യൂറിംഗ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റീം എൻജിൻസ് ആൻഡ് water wheels were attached to the lathe to turn the workpiece at a higher speed, which made the work faster and easier. After 1950, many new designs were made to improve the precision work. അത് അറിയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെയ്ത്ത് എന്ന് അറിയപ്പെടുന്നത് 2-person ലെയ്ത്ത് ആയിരുന്നു. പിന്നെ അതിന് ശേഷം 1-person ആക്കി. പിന്നെ അതിന് ശേഷം ഒരു പെഡൽ സെറ്റപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളിപ്പോൾ ഇരിക്കുന്ന മാനുവൽ ആയിട്ടുള്ള സീയിങ് മെഷീൻ പറയുന്ന പോലെ ഒരു പെഡൽ സെറ്റപ്പ് ഇൻക്രീസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സ്പ്രിംഗ് പോൾ ലെയ്ത്ത്. അതിനുശേഷം ഇപ്പൊ കാണുന്ന രീതിയിലുള്ള ഒരു ലെയ്ത്തിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്തതെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഡ്യൂട്ടിയുടെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് ചെയ്യാം. ലെയ്ത്ത് ആർ ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ആപ്ലിക്കേഷൻ ആൻഡ് ഫംഗ്ഷനാലിറ്റി കേട്ടോ. അതേ എന്ത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, എന്ത് ഫംഗ്ഷനാലിറ്റി ഉപയോഗിക്കുന്നതിന്റെ ബേസിസിൽ നമുക്ക് ലെയ്ത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ലൈറ്റ് ഡ്യൂട്ടി എന്നും മീഡിയം ഡ്യൂട്ടി എന്നും ഹെവി ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം ഓരോന്ന് പറയുന്നുണ്ട്. ഓൾ ഗിയർഡ് എന്നും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ലെയ്ത്ത്, മാനുവൽ ലെയ്ത്ത്, CNC ലെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഒന്നാമത്തെ സാധനം എടുക്കുകയാണെങ്കിൽ ലൈറ്റ് ഡ്യൂട്ടി അല്ലെ. വളരെയധികം ചെറിയ വർക്കുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇവിടെ ഓട്ടോമൊബൈലിന്റെ കേസ് ഒക്കെ പറയും. ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക് ഇതില്, അതുപോലെ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസില് അവിടെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് light duty type of lathe ആയിരിക്കും. These machines and their application in automobile, electronic, electrical industries and these manufacturers from quality tested raw materials അല്ലെ. അപ്പൊ അത്രയും നല്ല മെറ്റീരിയൽസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓട്ടോമൊബൈൽ പർപ്പസിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് ഓഫ് ലേത്തുകൾ. ഇനി മീഡിയം ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കും. ദീസ് പവർഫുൾ ദാൻ ലൈറ്റ് ഡ്യൂട്ടി മെഷീൻസ്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഡ്യൂട്ടി മെഷീൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലൈറ്റ് ഡ്യൂട്ടി മെഷീനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടിരിക്കുന്നതായിരിക്കും നമ്മുടെ മീഡിയം ഡ്യൂട്ടി. ക്യാൻ വർക്ക് ഓൺ ബിഗർ വർക്ക് പീസസ് ആൻഡ് ഹാവ് മോർ സ്ട്രെങ്ത് ദാൻ ദ ലൈറ്റ് ഡ്യൂട്ടി ലെയ്ത്ത് അല്ലെ. ലൈറ്റ് ഡ്യൂട്ടി ലെയ്ത്തിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ സ്ട്രെങ്ത്തും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന അത്തരത്തിലുള്ള ലെയ്ത്ത് ആയിരിക്കും നമ്മുടെ മീഡിയം ഡ്യൂട്ടി ലെയ്ത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം അടുത്ത ടൈപ്പ് ഓഫ് ലെയ്ത്ത് പറയുന്നത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള വലിയ കേസ് ആണ് പറയുന്നത് ഹെവി ഡ്യൂട്ടി അല്ലെ. കുറച്ചുകൂടെ ഹെവി ആയിട്ടിരിക്കുന്ന സാധനം. ദീസ് മെഷീൻസ് ആർ മാനുഫാക്ചർഡ് ഫ്രം ഹൈ ടെസ്റ്റ് ഗ്രേഡ് മെറ്റീരിയൽസ് ലൈക്ക് അയൺ ആൻഡ് സ്റ്റീൽ. കുറച്ചുകൂടെ ഗ്രേഡ് കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ പറയുന്നുണ്ട്. അയണും സ്റ്റീലും പോലുള്ള കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയിരിക്കുന്ന മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നതായിരിക്കും ഹെവി ഡ്യൂട്ടി ലെയ്ത്ത്. ദേ ആർ ഡിസൈൻഡ് ഫോർ ഹൈ പ്രിസിഷൻ ഹെവി ഡ്യൂട്ടി ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ പറയുന്നത് ആപ്ലിക്കേഷനും ഫംഗ്ഷനാലിറ്റിന്റെ ബേസിസിലായിരുന്നു. അതിൽ ലൈറ്റ് ഡ്യൂട്ടി എന്നും മീഡിയം ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി. ലൈറ്റ് ഡ്യൂട്ടി ആണ് നമ്മൾ ഈ കാണുന്ന ഈ ഓട്ടോമൊബൈലിന്റെ സംഭവങ്ങൾ അല്ലെ. ഓട്ടോമൊബൈലിന്റെ നമ്മുടെ സിലിണ്ടർ ഒക്കെ ചിലപ്പം റീബോറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലേത്തിൽ കൊടുത്തിട്ട് ശരിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ് ഡ്യൂട്ടി ലേത്തിലൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതേസമയം കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള സാധനമായിരിക്കും മീഡിയം, കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ ഹെവി ഡ്യൂട്ടി എന്ന് അറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം അടുത്ത ടൈപ്പ് പറയുന്നത് ഓൾ ഗിയർഡ് ആണ് അല്ലെ. ഓൾ ഗിയർഡ് ലേത്ത്, ഓൾ ദ rotating components of the machine are driven by the same source at a different speed by using gears to perform various operations. അപ്പൊ നമ്മൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നതായിരിക്കും ഓൾ ഗിയർഡും അതുപോലെ തന്നെ നമ്മൾ ഒരു പുള്ളി സെറ്റപ്പോട് കൂടി അല്ലെ, കോൺ പുള്ളി ടൈപ്പ് ഓഫ് ലെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിനകത്ത് വരുന്ന ഹെഡ് സ്റ്റോക്കിനെ ആയിരിക്കും നമ്മൾ ആക്ച്വലി ഡ്രൈവ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഹെഡ് സ്റ്റോക്കിനെ ഡ്രൈവ് കൊടുക്കുന്നത് എന്തിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും? ഗിയറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. ഈ ഗിയറിന് ടോട്ടൽ ആയിരിക്കും ഏറ്റവും വലിയൊരു ഗിയർ ഉണ്ടെങ്കിൽ ആ ഗിയറിനെ ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? മോട്ടറുമായിട്ട് കണക്ട് ചെയ്യും. ആ മോട്ടർ കറങ്ങുന്നുണ്ട്. ഇനി ഈ ഗിയർ ബാക്കിയുള്ള ഗിയറുകളുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? മെഷ് ചെയ്യുന്നത്. മെഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഹെഡ് സ്റ്റോക്ക് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ് സ്റ്റോക്കിനെ കറങ്ങുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഗിയർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനത്തിനായിരിക്കും ഓൾ ഗിയർഡ് ലെയ്ത്ത് എന്നറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത സംഭവം ഇമ്പോർട്ടഡ് ലെയ്ത്ത്. ഇമ്പോർട്ടഡ് ലെയ്ത്ത് ഹൈ ക്വാളിറ്റി ലെയ്ത്ത് യൂസ്ഡ് ഫോർ ഹൈ പ്രിസിഷൻ ഓപ്പറേഷൻ. അപ്പൊ പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനമായിരിക്കും ഇമ്പോർട്ടഡ് എന്നറിയപ്പെടുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡ് ഓഫ് ഓപ്പറേഷൻ ലെയ്ത്ത് ക്യാൻ ഈ ഇമ്പോർട്ടഡ് ലെയ്ത്ത് വരെയാണ് നമ്മൾ എന്തിന്റെ ബേസിസിലാണ് പറയുന്നത്? ആപ്ലിക്കേഷന്റെ ബേസിസിൽ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റിയുടെയോ ആപ്ലിക്കേഷന്റെ ബേസിസിലെ ക്ലാസിഫിക്കേഷൻ. ഇനി അതുപോലെ അടുത്ത പറയുന്നത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ലെയ്ത്ത് ക്യാൻ ബി. അപ്പം നമുക്ക് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ത് മോഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഒന്നാമത്തെ മോഡ് അവർ പറയുന്നത് മാനുവൽ എന്നുള്ള രീതിയിലും, അതുപോലെ രണ്ടാമത് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഓട്ടോമാറ്റിക്. അപ്പൊ ഓട്ടോമേഷൻ മെഷീൻ ആയിരിക്കും നമ്മളെ CNC എന്നറിയപ്പെടുന്നത്, CNC ലെയ്ത്ത്. അപ്പൊ മാനുവൽ എന്നറിയപ്പെടുന്ന നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അന്ന് കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പിലെല്ലാം കണ്ടുകൊണ്ടിരുന്ന സംഗതിയിലെല്ലാം മാനുവൽ ലെയ്ത്ത് ആയിരുന്നു അല്ലെ. ദീസ് ലെയ്ത്ത് ദ ടൂൾ ഹാൻഡ്ലിംഗ് ഇസ് ഡൺ മാനുവൽ അല്ലെ. ടൂളിനെ ഹാൻഡിൽ ചെയ്യിപ്പിക്കുന്നത് മാനുവൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊസിഷൻ ഓഫ് ദ വർക്ക് ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ ദ സ്കിൽ ഓഫ് ദ പേഴ്സൺ ഹാൻഡ്ലിംഗ് ദ മെഷീൻ അല്ലെ. ആരാണോ
ആരാണോ ഈ മെഷീനെ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്കില്ലിനനുസരിച്ചിട്ട് എന്ത് മാറിക്കൊണ്ടിരിക്കും, ഈ ഒരു മാനുവൽ ലേത്തിന്റെ പൊസിഷനും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇനി അതേസമയം അടുത്ത സാധനമായിരിക്കും CNC ലേത്ത്. CNC ലേത്തിന്റെ പ്രത്യേകത അറിയപ്പെടുന്ന ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന കോഡ്, ആ കോഡിന്റെ ബേസിസിൽ അത് റീഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആരായിരിക്കും നമ്മുടെ ആ ഒരു ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനെ CNC ലേത്ത് എന്നറിയപ്പെടുന്നത്. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. You just have to feed the instructions in the computer and the lathe will perform the operation according to the data fed to the computer അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആ ഒരു ആരാണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഫെഡ് ചെയ്യിപ്പിക്കുന്ന ഡാറ്റന്റെ ബേസിസിൽ അത് തന്നെ അങ്ങ് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും ഈ ഒരു CNC ലേത്ത്. ഇപ്പോഴത്തെ ക്ലാസിഫിക്കേഷൻ ഒന്ന് കേട്ട് വെക്കുക. ലേത്തിന്റെ ഡിഫറെന്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫംഗ്ഷനാലിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മോഡ് ഓഫ് ഓപ്പറേഷന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷന്റെ ബേസിസിലും, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത മോഡ് ഓഫ് ഓപ്പറേഷന്റെ ലേത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, അതുപോലെ തന്നെ ആപ്ലിക്കേഷന്റെ ബേസിസിൽ, ഫംഗ്ഷനാലിറ്റിയുടെ ബേസിസിലെല്ലാം ക്ലാസിഫൈ ചെയ്തു. ക്ലിയർ ആണോ ഈ സാധനങ്ങൾ അത്രയും? അതായത് നമ്മൾ ലൈറ്റ് ഡ്യൂട്ടി, മീഡിയം ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി, ഓൾ ഗിയർഡ്, ഇമ്പോർട്ടഡ് ഉണ്ട്, മാനുവൽ ലേത്ത്, CNC ലേത്ത്, ഇത് ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? ഇല്ല. ഇനി അതിനുശേഷം വീണ്ടും കൊടുത്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനിയിപ്പോ അടുത്തൊരു ഒരു രീതിയിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ലേത്തിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ ലേത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു വരുന്ന സമയത്ത് ലേത്തിന് എന്തിന്റെയൊക്കെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ലേത്തിന് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഹെഡിങ് എന്താണ്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് ഇതിനെ ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന സാധനം ടൈപ്പ് ഓഫ് ലേത്ത് എന്ന് പറഞ്ഞ സാധനം സ്പീഡ് ലേത്ത്. അതെന്താണ് സ്പീഡ് ലേത്ത്. അതിന് തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വുഡ് വർക്കിംഗ് ലേത്ത്, സെന്ററിംഗ് ലേത്ത്, പോളിഷിംഗ് ലേത്ത്, സ്പിന്നിംഗ് ലേത്ത്. ഇനി അതിനുശേഷം പറയുന്നതായിരിക്കും എഞ്ചിൻ ലേത്ത് അല്ലെങ്കിൽ സെൻട്രൽ ലേത്ത്. അപ്പം അത് തന്നെ എന്തൊക്കെ വരാം, ബെൽറ്റ് ഡ്രിവൺ വരാം, ഇൻഡിവിജ്വൽ മോട്ടോർ ഡ്രിവൺ വരാം, ഗിയർ ഹെഡ് ലേത്ത് വരാം. ഇനി അതിനുശേഷം ബെഞ്ച് ലേത്ത് എന്ന് പറയും അല്ലെ, ബെഞ്ച് ലേത്ത്, പിന്നെ ടൂൾ റൂം ലേത്ത്, ക്യാപ്സൺ ആൻഡ് ടർട്ട് ലേത്ത്, സ്പെഷ്യൽ പർപ്പസ് ലേത്ത്, വീൽ ലേത്ത്, ഗ്യാപ്പ് ബെഡ് ലേത്ത്, ടീ ലേത്ത്, ഡ്യൂപ്ലിക്കേറ്റിംഗ് ലേത്ത്. ഇനി അതിനുശേഷം വരുന്നതായിരിക്കും ഓട്ടോമാറ്റിക് ലേത്ത്, പിന്നെ CNC ലേത്ത് അല്ലെ. ഓട്ടോമാറ്റിക് ലേത്ത്, CNC ലേത്ത്. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ വിച്ച് ഈസ് കോൾഡ് സ്പീഡ് ലേത്ത്. സ്പീഡ് ലേത്ത് ഹാസ് ബീൻ സോ നെയിംഡ് ബിക്കോസ് ഓഫ് വെരി ഹൈ സ്പീഡ് ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ അല്ലെ. ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ കറങ്ങുന്ന സ്പീഡ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ ലേത്ത് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്പീഡ് ലേത്ത് എന്ന് അറിയപ്പെടുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂൾ പോസ്റ്റ് മൗണ്ടഡ് ഓൺ അഡ്ജസ്റ്റബിൾ സ്ലൈഡ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ മാത്രമേ ഉള്ളൂ, ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ടൂൾ പോസ്റ്റ് ഉണ്ട്. അത് അഡ്ജസ്റ്റബിൾ സ്ലൈഡിന്റെ പുറത്തൂടെ അത് വെച്ചിരിക്കുന്ന രീതിയിലായിരിക്കും ടൂൾ പോസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. ടൂൾ ഈസ് ഫെഡ് ഇൻ ടു ദ വർക്ക് ബൈ ഹാൻഡ് കൺട്രോൾ. അപ്പൊ നമ്മുടെ ഹാൻഡ് കൺട്രോളിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ടൂൾ എന്തായിട്ട് ഇതാക്കുന്നത്, വർക്ക് പീസുമായിട്ട് ഈസ് ഇൻ കോണ്ടാക്ട് വരുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും, ദർ ഇസ് നോ ഗിയർ ബോക്സ്, ലീഡ് സ്ക്രൂ ആൻഡ് കാരേജ്. അപ്പൊ കാരേജ് എന്ന പാർട്ടോ, ലീഡ് സ്ക്രൂ എന്ന പാർട്ടോ, അതുപോലെ ഗിയർ ബോക്സോ ഇല്ലാത്ത ടൈപ്പ് ഓഫ് ലേത്ത് ആണ് ഏതാണ്, സ്പീഡ് ലേത്ത്. അപ്പൊ ഇതിൽ ഡിഫറന്റ് സ്പീഡുകൾ ഒബ്റ്റേൺ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അത് എന്തിന്റെ സെറ്റപ്പോട് കൂടിയായിരിക്കും, കോൺ പുള്ളിയുടെ അല്ലെ, ഒരു കോണുണ്ട്, ഒരു പുള്ളിയുണ്ട്. അപ്പം കോണും പുള്ളിയുടെയും സെറ്റപ്പോട് കൂടിയായിരിക്കും നമ്മൾ ഡിഫറന്റ് സ്പീഡുകൾ ഇതിനകത്തോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന എത്ര സ്പീഡ് മുതൽ എത്ര സ്പീഡ് വരെയാണ്, 1200 RPM മുതൽ 3600 RPM വരെ ആയിരിക്കും എന്തിൽ ഇതാക്കുന്നത്, നമ്മുടെ സ്പീഡ് ലേത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്, വുഡ് വർക്കിംഗ് അല്ലെ, നമ്മുടെ തടിപ്പണികൾക്ക്, അതുപോലെ മെറ്റലുകളെ സ്പിന്ന് ചെയ്യിപ്പിക്കാൻ, അതുപോലെ തന്നെ പോളിഷിങ്ങിന്റെ വർക്ക്, അതുപോലെ തന്നെ സെന്ററിങ് ഓപ്പറേഷൻസ്, ഇതെല്ലാം എന്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഇരിക്കുന്ന സ്പീഡ് ലേത്തുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ടന്റ് ആണ്, ഇതെന്തായാലും ഓർത്ത് വെച്ചിരിക്കുക. സ്പീഡ് ലേത്ത് ഹൈ സ്പീഡ് വർക്കിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. വുഡ് വർക്കിംഗ്, പോളിഷിങ്, സെന്ററിങ് ഓപ്പറേഷൻസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മെറ്റൽ സ്പിന്നിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 1200 3600 RPM ഇടയ്ക്കാണ് കറങ്ങുന്നത്. പോരാത്തതിന് ഇതിനകത്ത് ഗിയർ എന്ന് പറഞ്ഞ സംഗതിയൊന്നും ഇല്ല അല്ലെ. നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗിയർ ബോക്സോ, അതുപോലെ തന്നെ ലീഡ് സ്ക്രൂവോ കാരേജോ ഇല്ല. ആ കൂടെ ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ ഒരു ടൂൾ പോസ്റ്റ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ ചെയ്യിപ്പിക്കുന്ന ഒരു ടൂൾ പോസ്റ്റിന്റെ ആവശ്യമാണ്. അതുപോലെ ടൂളിനെ നമ്മൾ ഹാൻഡ് കൺട്രോൾ ഉപയോഗിച്ചിട്ടായിരിക്കും കൺട്രോളും കാര്യങ്ങളും ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇതാണ് സ്പീഡ് ലേത്ത്. ഇനി അതിനുശേഷം അടുത്ത നമ്മൾ പറയുന്ന സാധനമായിരിക്കും എഞ്ചിൻ ലേത്ത് അല്ലെങ്കിൽ സെൻട്രൽ ലേത്ത് അല്ലെ. എഞ്ചിൻ ലേത്ത് അല്ലെങ്കിൽ സെൻട്രൽ ലേത്ത് എന്ന് പറഞ്ഞിട്ടാണ്. The term engine is because of that early lathe was driven by steam engine. അപ്പൊ ഇത് എഞ്ചിൻ ലേത്ത് എന്ന് പറയാനുള്ള കാര്യം, അല്ലെങ്കിൽ സെൻട്രൽ ലേത്ത്, നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ ഇരിക്കുന്ന സാധനം എഞ്ചിൻ ലേത്ത്, സെൻട്രൽ ലേത്ത് എന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പൊ എഞ്ചിൻ ലേത്ത്, സെൻട്രൽ ലേത്ത് എന്ന് പറയാനുള്ള മേജർ സാധനം എന്താണ്, അല്ലെങ്കിൽ മേജർ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വെച്ചേക്കുക, അത് ആദ്യകാലങ്ങളിൽ നമ്മൾ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ പേരിന് അങ്ങനെ
ആക്കുന്ന രീതിയിലായിരിക്കും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് എഞ്ചിൻ ലെയ്ത്ത് എന്ന് തന്നെ പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ബേസിക് പാർട്ട് ലൈക്ക് അല്ലെ, ബേസിക് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള പാർട്ട് ഉണ്ട്, ബെഡ് കാണും, പിന്നെ ഒരു ഹെഡ് സ്റ്റോക്ക് കാണും, ടെയിൽ സ്റ്റോക്ക് കാണും. ബട്ട് ഹെഡ് സ്റ്റോക്ക് ഈസ് മോർ റോബസ്റ്റ് ആൻഡ് ഹാസ് അഡീഷണൽ ഡ്രൈവ് മെക്കാനിസം ഫോർ മൾട്ടിപ്പിൾ സ്പീഡ്. അപ്പോൾ ഹെഡ് സ്റ്റോക്കിനെ കറക്കാനും ഇതിനാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പീഡുകളിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യിപ്പിക്കാൻ ഒരുപാട് ടൈപ്പ് ഓഫ് സെറ്റപ്പുകൾ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു കോൺപുള്ളിയുടെ സെറ്റപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മോട്ടറിന്റെ ഹെൽപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, ഒരു ഗിയർ ഡ്രിവൺ എന്ന് പറഞ്ഞ സെറ്റപ്പ് കൊടുത്തിട്ട് നമ്മുടെ ഹെഡ് സ്റ്റോക്കിന്റെ സ്പീഡുകളെ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. പഠിച്ചു വയ്ക്കുക. എഞ്ചിൻ ലെയ്ത്ത് ക്യാൻ ഫീഡ് കട്ടിംഗ് ടൂൾ ബോത്ത് ഇൻ ക്രോസ് ആൻഡ് ലോങ്ങിറ്റ്യൂഡൽ ഡയറക്ഷൻ. നമ്മുടെ ഇരിക്കുന്ന സംഗതി ഉണ്ടെങ്കിൽ, നമ്മുടെ ഇരിക്കുന്ന ഒരു ടൂൾ പോസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ടൂൾ പോസ്റ്റ് നമുക്ക് എലോങ് ദ വർക്ക് പീസും എക്രോസ് ദ വർക്ക് പീസും, നമ്മുടെ വർക്ക് പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എലോങ് ദ വർക്ക് പീസും എക്രോസ് ദ വർക്ക് പീസും നമുക്ക് വർക്ക് പീസിന്റെ പുറത്തൂടെയും അല്ലെങ്കിൽ വർക്ക് പീസിന്റെ കൂടെയും നമുക്ക് വേണമെങ്കിൽ എന്തിനെ ചലിപ്പിക്കാൻ വേണ്ടി പറ്റും, ടൂളിനെ ചലിപ്പിക്കാൻ വേണ്ടി പറ്റും. അത് എഞ്ചിൻ ലെയ്ത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്തിന്റെ ഹെൽപ്പ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരേജ്, ഫീഡ് റോഡ്. അപ്പൊ എഞ്ചിൻ ലെയ്ത്ത് ക്യാൻ ഫീഡ് കട്ടിംഗ് ടൂൾ ബോത്ത് ഇൻ ക്രോസ് ആൻഡ് ലോങ്ങിറ്റ്യൂഡൽ ഡയറക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരേജ്, ഫീഡ് റോഡ് ആൻഡ് ലീഡ് സ്ക്രൂ അല്ലെ. ഫീഡ് റോഡിന്റെയും അതുപോലെ തന്നെ ലീഡ് സ്ക്രൂവിന്റെയും ഒക്കെ ഹെൽപ്പോട് കൂടി നമുക്ക് എലോങ് ദ വർക്ക് അല്ലെ, വർക്കിന്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് അല്ലെ, വർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടോ നമുക്ക് വേണമെങ്കിൽ കട്ടിംഗ് ടൂളിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നതായിരിക്കും. ഇനി ബെൽറ്റ് ഡ്രിവൺ, ഇനി നമ്മളിത് ഓരോന്നായിട്ട് പറയുകയാണ് അല്ലെ, എഞ്ചിൻ ലെയ്ത്തിന്റെ പറയാണ്, എഞ്ചിൻ ലെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോന്ന് പറയുകയാണ്. ആദ്യത്തെ സംഭവം ബെൽറ്റ് ഡ്രിവൺ ആണ്, എഞ്ചിൻ ലെയ്ത്തിൽ ബെൽറ്റ് ഡ്രിവൺ ആണ്. അപ്പൊ ഇതിൽ ബെൽറ്റിന്റെ ഹെൽപ്പോട് കൂടി ഡിഫറന്റ് സ്പീഡുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ബെൽറ്റ് ഡ്രിവൺ ലെയ്ത്ത് ഗെറ്റ്സ് പവർ ഫ്രം ആൻ ഓവർഹെഡ് ലൈൻ ഷാഫ്റ്റ് equipped with a speed cone and one or more back gear. നമ്മൾ ബാക്ക് ഗിയറും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോൾ നോക്കുന്നതായിരിക്കും. എന്നാലും ചുമ്മാ പഠിച്ചു വെച്ചിരിക്കുക. ബാക്ക് ഗിയറിന്റെ സെറ്റപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ, ഒന്നിലധികം സ്പീഡുകൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യിപ്പിക്കാൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു കോൺ പുള്ളിയും അതുപോലെ തന്നെ ഒരു ബെൽറ്റിന്റെയും ഹെൽപ്പോട് കൂടിയായിരിക്കും ഇത് ചെയ്യുന്നത്. ഇനി അതേസമയം ഒരു ഇൻഡിവിജ്വൽ മോട്ടർ അല്ലെ, ഓരോന്നും നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഓരോ മോട്ടർ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ മോട്ടർ ഡ്രിവൺ ലെയ്ത്ത് ഗെറ്റ്സ് പവർ ഫ്രം ഇൻഡിവിജ്വൽ മോട്ടർ അല്ലെ. ഓരോ മോട്ടറും ഇതിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഓരോ മോട്ടറിന്റെ ഒരു പർട്ടിക്കുലർ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഇവിടെ പവർ ഡ്രിവൺ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ആ ഒരു സാധനത്തിനായിരിക്കും ഇൻഡിവിജ്വൽ മോട്ടർ ഡ്രിവൺ ഡ്രൈവ് എന്നറിയപ്പെടുന്നത്. ഇനി ഇതേ മോട്ടറിനെ തന്നെ പിടിച്ച് എന്ത് ചെയ്യിപ്പിക്കാൻ, ആ മോട്ടറിന്റെ അറ്റത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗിയറിനെ കണക്ട് ചെയ്യുക. ആ ഗിയറിനെ വെച്ച് മെഷ് ചെയ്യുന്ന രീതിയിൽ മറ്റു പല ഗിയറിനെയും അല്ലെങ്കിൽ ഒരു ഗിയർ ട്രെയിനിന്റെ അറേഞ്ച്മെന്റ് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഗിയർ ഡ്രിവൺ എന്ന് പറയും. എ ഗിയർഡ് head lathe gets its power from constant speed motor and all speed changes are obtained by shifting various gear located in the head stock. Head stock ന്റെ പുറത്ത് നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്തായിരുന്നു, ഒരു ഗിയറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഒരു കണക്ഷൻസ് കൊടുത്തിട്ട് ആ ഗിയറുകൾ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പീഡുകൾ കിട്ടുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാധനത്തിനായിരിക്കും നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ഓൾ ഗിയർഡ് എന്നോ അല്ലെങ്കിൽ ഗിയർഡ് ടൈപ്പ് ഓഫ് ലെയ്ത്ത് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്ത ടൈപ്പാണ് ബെഞ്ച് ലെയ്ത്ത് അല്ലെ. ബെഞ്ച് ലെയ്ത്ത് എന്നറിയപ്പെടുന്ന നമ്മളില് ഇരിക്കുന്ന സെൻട്രൽ ലെയ്ത്ത് അല്ലെങ്കിൽ എഞ്ചിൻ ലെയ്ത്ത് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ നേരെ എടുത്ത് ഒരു ചെറിയ ഒരു രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യാണ്, അതൊരു ബെഞ്ചിന്റെ രൂപത്തിലോട്ട് ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ബെഞ്ചിൽ വെക്കുന്ന രീതിയിലോട്ട് സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയും. മൗണ്ടഡ് ഓൺ ദ ബെഞ്ച് ആൻഡ് ഹെയിം ഫീച്ചേഴ്സ് ലൈക്ക് എഞ്ചിൻ ലെയ്ത്ത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന എഞ്ചിൻ ലെയ്ത്ത് പോലെ ഇരിക്കുന്ന സെയിം സാധനം വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സാധനമായിരിക്കും ബെഞ്ച് ലെയ്ത്ത്. ഇനി അതുപോലെ തന്നെ അടുത്ത പറയുന്നതായിരിക്കും ടൂൾ റൂം ലെയ്ത്ത്. അപ്പം പ്രിസിഷൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ടൂൾ റൂം. ഇറ്റ് ഹാസ് ദ സെയിം ഫീച്ചേഴ്സ് ലൈക്ക് ദ എഞ്ചിൻ ലെയ്ത്ത്, വെരി ലോ ടു ഹൈ സ്പീഡ് RPM. എവിടം വരെ പറയുന്നത്, 2500. നേരത്തെ 3600 എത്തിയായിരുന്നു സ്പീഡ് ലെയ്ത്തിൽ അല്ലെ. 1200-നും 3600-നും ഇടയ്ക്കാണെങ്കിൽ ഇവിടെ 2500 RPM വരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ടൂൾ റൂം ലെയ്ത്ത് എന്നറിയപ്പെടുന്നത്. ഇതാണ് ടൂൾ റൂം ലെയ്ത്ത്. പ്രത്യേകത, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് കാണും, അതുപോലെ ഡ്രോയിൻ കോളറ്റ് അല്ലെ, ഒരു കോളറ്റിന്റെ ഹെൽപ്പ് കാണും. നമ്മുടെ ഡ്രോയിൻ കോളറ്റ് എന്ന് പറഞ്ഞ സാധനം കാണും. ആ കോളറ്റിനകത്തായിരിക്കും വർക്ക് പീസ് കയറ്റി വെക്കുക. ഡ്രോയിൻ കോളറ്റ് അറ്റാച്ച്മെന്റ് കാണും. അതുപോലെ ത്രെഡ് ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഡയൽ കാണും. റിലീവ് ചെയ്യിപ്പിക്കാൻ അറ്റാച്ച്മെന്റ് കാണും. സ്റ്റഡി, ഫോളോവർ റെസ്റ്റ്, അതുപോലെ പമ്പ് ഫോർ കൂളന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അതായത് ഹൈലി പ്രിസിഷൻ ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആയിരിക്കും നമ്മുടെ ടൂൾ റൂം ലെയ്ത്ത്. പ്രിസിഷൻ വർക്ക് ഓൺ ടൂള്, ഡൈ, ഗേജസ്, ഇതിന്റെയൊക്കെ പ്രിസിഷൻ വർക്കിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. ഓക്കെയാണ്, ഇത്രയും കൂടെ പറഞ്ഞത്. ഓക്കെ, ഇനി അതിനുശേഷം പറഞ്ഞായിരിക്കും കാപ്സൺ ആൻഡ് ടർട്ട് അല്ലെ. കാപ്സൺ ആൻഡ് ടർട്ട് എന്നറിയപ്പെടുന്നത് കാപ്സൺ ആൻഡ് ടർട്ട്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു അല്ലെ, ക്യാപ്സ്റ്റനകത്ത് എന്ത് ഒരു എക്സ്ട്രാ ഒരു സാധനം കാണും, ഒരു റാം എന്ന് പറഞ്ഞ സാധനം കാണും. അതേസമയം ടർട്ട് എന്നറിയപ്പെടുന്നത് ഒരു ടർട്ട് മാത്രമേ കാണത്തുള്ളൂ, അതിനകത്ത് എക്സ്ട്രാ സംഗതിയൊന്നും കാണത്തില്ല. അത്തരത്തിലുള്ള സാധനമായിരിക്കും. ജസ്റ്റ് കേട്ട് വെച്ചിരുന്നാൽ മാത്രം മതി കാപ്സൺ ആൻഡ് ടർട്ട്. ഡെവലപ്മെന്റ് ഫ്രം എഞ്ചിൻ ലെയ്ത്ത്. എഞ്ചിൻ ലെയ്ത്ത് നിന്നും കുറച്ചുകൂടെ ഡെവലപ്പ് ആയിരിക്കുന്ന സംഗതിയായിരിക്കും ഈ ഒരു കാപ്സൺ ആൻഡ് ടർട്ട്. അത് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്.
ടെയിൽ ഷോക്ക് ഓഫ് ആൻ എഞ്ചിൻ ലേത്ത് അല്ലെ, ഇദ്ദേഹത്തിന്റെ ടെയിൽ ഷോക്കിന് പകരം നമ്മളൊരു ഹെക്സഗണൽ ടർട്ട് ആയിരിക്കും കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ നമ്മുടെ ഹെഡ് സ്റ്റോക്ക് കാണും, അതേസമയം ടെയിൽ ഷോക്കിന് പകരമായിട്ട് നിങ്ങൾ എന്താ കൊണ്ടുവന്ന് വെക്കുക, ഒരു ഹെക്സാഗണൽ ടർട്ട് കൊണ്ടുവയ്ക്കും. ഇനി പോരാത്തതിന് ഈ ടർട്ടിന്റെ പുറത്തൂടെ അല്ലെ, ഹെക്സാഗണൽ ഷേപ്പ് ആയിട്ടുള്ള ടർട്ട് ആണെങ്കിൽ ആ ടർട്ടിനകത്ത് എന്താ പ്രത്യേകത, ആ ടർട്ടിനകത്ത് 6 നിങ്ങൾക്ക് അറ്റ് എ ടൈം തന്നെ 6 എന്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൂൾസ് ക്യാൻ ബി മൗണ്ടഡ് ചെയ്യാം. നമ്പർ ഓഫ് ഐഡന്റിക്കൽ പാർട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ മിനിമം ടൈം. വളരെ കുറച്ച് ടൈമിൽ നമുക്ക് വളരെയധികം നല്ല അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള പാർട്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ലേത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാപ്സ്റ്റൻ ആൻഡ് ടർട്ട് ആണ്. ഇതിനകത്ത് ആ കൂടെ പറയേണ്ടത് ക്യാപ്സ്റ്റനും ടർട്ടിനും ലേത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല, ടെയിൽ ഷോക്ക് ഇല്ല. ടെയിൽ ഷോക്കിന് പകരമായിട്ട് നമ്മളൊരു ടർട്ടിനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ആ ടർട്ടിന് ഒന്നിലധികം ടൂളുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ ടൈപ്പ് ഓഫ് ഉള്ള പ്രോഡക്റ്റുകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വളരെ കുറച്ച് ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അത്തരത്തിലുള്ള ലേത്ത് ആയിരിക്കും ക്യാപ്സ്റ്റൻ ആൻഡ് ടർട്ട് ലേത്ത്. ഇനി അതിനുശേഷം അടുത്ത പറയുന്ന സാധനമായിരിക്കും സ്പെഷ്യൽ പർപ്പസ് അല്ലെ, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും സ്പെഷ്യൽ പർപ്പസ്. ദീസ് ആർ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ് അല്ലെ, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം ആദ്യത്തെ സാധനം എടുക്കുകയാണെങ്കിൽ വീൽ ലേത്ത് ആണ്. ഈസ് ഫിനിഷിംഗ് ദ ജേർണൽ ആൻഡ് ടേണിംഗ് ദ ത്രെഡ് ഓൺ ലോക്കോമോട്ടീവ് വീൽ അല്ലെ, വീലിനകത്തിരിക്കുന്ന ത്രെഡുകൾ ടേൺ ചെയ്യിപ്പിക്കാൻ അതിന് വേണ്ടിയായിരിക്കും നമ്മുടെ ഇരിക്കുന്ന വീൽ ലേത്ത്. പേര് പോലെ തന്നെ പഠിക്കാം, വീലിന്റെ അകത്തിരിക്കുന്ന ത്രെഡുകൾ ഒന്നുകൂടെ ടേൺ ചെയ്ത് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയായിരിക്കും വീൽ ലേത്ത് ഉപയോഗിക്കുക. അതുപോലെ അടുത്ത് പറഞ്ഞായിരിക്കും ഗ്യാപ്പ് ബെഡ് ലേത്ത് ക്യാൻ അക്കോമഡേറ്റ് എ ജോബ് ഹാവിംഗ് എക്സ്ട്രാ ഡയമീറ്റർ. ഗ്യാപ്പ് ബെഡ് ലേത്ത്, അതായത് നമുക്ക് ബെഡ് ആക്ച്വലി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഹെഡ് സ്റ്റോക്ക് മുതൽ ടെയിൽ സ്റ്റോക്ക് വരെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ആക്ച്വലി ഉണ്ടാക്കുക. പക്ഷെ നമ്മുടെ വലിയ ജോബുകളൊക്കെ വരുന്നു, അല്ലെങ്കിൽ വലിയ ഡയമീറ്റർ ഉള്ള ജോബൊക്കെ ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു കണ്ടീഷനാണ്. അതേസമയം ലെങ്ത് കുറവായിരിക്കുന്ന ഒരു ജോബ് ആണെങ്കിൽ നമുക്ക് ആ ഒരു അത്തരത്തിലുള്ള ഒരു ഈ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ ആ ഒരു ബെഡിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോലുള്ള സംഗതി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ടേൺ ചെയ്യിപ്പിക്കാൻ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരിക്കും. അതേസമയം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ വർക്കിന് ശേഷം പകരം എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ അവിടെ നിന്ന് എന്താണോ പീസ് നിങ്ങൾ എടുത്തത് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള സാധനമായിരിക്കും ഗ്യാപ്പ് ബെഡ് ലേത്ത്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ലേത്ത് ആണ്. അതുപോലെ അടുത്ത ടൈപ്പ് ഓഫ് ലേത്ത് ആണ് ടീ ലേത്ത്. ഈസ് ഇന്റൻഡഡ് ഫോർ മെഷീനിങ് റോട്ടർ ഫോർ ജെറ്റ് എഞ്ചിൻ. ആ പേര് പോലെ പഠിക്കാം. ടീ ടൈപ്പ് ഓഫ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ജെറ്റ് എഞ്ചിനുകളുടെ റോട്ടറുകളെ എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി, ലേത്ത് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ മെഷീനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ടീ ലേത്തുകൾ ഉപയോഗിക്കുന്നത്. ആക്സിസ് ഓഫ് ബെഡ് അല്ലെ, ഇദ്ദേഹത്തിന്റെ ബെഡിന്റെ ആക്സിസും ടീ ലേത്ത് എടുക്കുകയാണെങ്കിൽ ടീ ലേത്തിന്റെ ബെഡിന്റെ ആക്സിസ് അതുപോലെ തന്നെ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിലും രണ്ടും കൂടെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഇരിക്കുക. എന്താണ് നമ്മുടെ ആക്സിസ് ഓഫ് ദ ബെഡ് അല്ലെ, ആക്ച്വലി ഇരിക്കുന്ന ആക്സിസ് ഓഫ് ദ ബെഡും അതുപോലെ തന്നെ ആക്സിസ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ, നമ്മുടെ ബെഡും അതുപോലെ തന്നെ ഹെഡ് സ്റ്റോക്കിന്റെ സ്പിൻഡിലും തമ്മിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ലേത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടി ഷേപ്പിൽ ഇരിക്കുന്ന ലേത്ത് ആണ്. അതിനെ ടീ ലേത്ത് എന്നായിരിക്കും പറയുന്നത്. അതുപോലെ അടുത്ത ലാസ്റ്റത്തെ സാധനം പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റിംഗ് ലേത്ത് ആണ്. അത് നമുക്ക് ആ ഷേപ്പുകളെ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റിന്റെ ഹെൽപ്പോട് കൂടി ഒരു ഷേപ്പിനെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കുന്നത്, സ്പെഷ്യൽ പർപ്പസ് ലേത്തുകൾ ഉപയോഗിക്കുന്നത്. അത് ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെയോ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിംഗ് കാര്യങ്ങൾ കിട്ടുന്നത്. ഇത് സ്പെഷ്യൽ പർപ്പസ് ആണ്. ഇവിടെ പറയാം സ്പെഷ്യൽ പർപ്പസിന്റെ എക്സാമ്പിളുകൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ഗ്യാപ്പ് ബെഡ് ലേത്ത്, വീൽ ലേത്ത്, ടീ ലേത്ത്, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റിംഗ് ലേത്ത്. അപ്പൊ നോക്കാം, സ്പെഷ്യൽ പർപ്പസ് ലേത്ത് തീരുന്നില്ല. ഈസ് ഹാവിംഗ് ഹൈ സ്പീഡ് അല്ലെ, ഭയങ്കര സ്പീഡ് ഉണ്ട്, ഹെവി ഡ്യൂട്ടി ആണ്, മാസ് പ്രൊഡക്ഷൻ ആണ്, അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഹെവി ഡ്യൂട്ടി ആണ്, മാസ് പ്രൊഡക്ഷൻ ആണ്, അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക് കൺട്രോൾ ആയിരിക്കും ഈ കാര്യങ്ങൾ വരുന്നത്. Once the tools are set and the machine is started it perform automatically all operation to finish at the time. അല്ലെ, നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് സ്പെഷ്യൽ പർപ്പസ് അല്ല കേട്ടോ, ഇത് വേറെയാണ്, ഈ സാധനം വേറെയാണ്, സ്പെഷ്യൽ പർപ്പസ് അല്ല, ഇത് ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ആണ്. സ്പെഷ്യൽ പർപ്പസ് തീർന്നു, ഇത്രയേ ഉള്ളൂ സ്പെഷ്യൽ പർപ്പസ്. ഇത് ഓട്ടോമാറ്റിക് ടൈപ്പ് ഓഫ് ലേത്ത് ആണ്. ഓട്ടോമാറ്റിക് ഇത് സ്പെഷ്യൽ പർപ്പസ് അല്ല, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക്, ഇത് പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് മാത്രം അല്ലെ, ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇതാണ്. ഇനി ചേഞ്ച് ഓഫ് ടൂള്, സ്പീഡ്, ഫീഡ് ക്യാൻ ബി ഡൺ ഓട്ടോമാറ്റിക്കലി. ഓപ്പറേറ്റർ ക്യാൻ റൺ 5 to 6 മെഷീൻ അറ്റ് എ ടൈം. 5 മുതൽ 6 മെഷീനെ നിങ്ങൾക്ക് അറ്റ് എ ടൈം തന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഈ ഓട്ടോമാറ്റിക് ലേത്ത്. അപ്പൊ അതിനകത്ത് അല്ലെങ്കിൽ ആ ഓട്ടോമാറ്റിക് ലേത്തിന്റെ മറ്റൊരു രീതിയിൽ നമ്മൾ പറയുന്ന സംഗതി ആയിരിക്കും CNC, കോംപ്ലക്സ് ഷേപ്പുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ഹൈ പ്രൊഡക്ഷൻ ലേറ്റ് ആണ്, ആക്യുറസിയും റിപ്പീറ്റബിലിറ്റിയും കൂടുതലാണ്,
ഓപ്പറേറ്ററിന്റെ സ്കില്ല് ഭയങ്കര കുറവാണ്. അതായത് നിങ്ങൾ ഇതിനകത്ത് മാനുവലി വർക്ക് ചെയ്യുന്നതിനെ അപേക്ഷിച്ചിട്ട് സ്കില്ല് ആവശ്യമില്ല. കാര്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഒരു ധാരണ മാത്രം മതി അല്ലെ. നിങ്ങൾക്ക് ഒരു ടൈപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന സാധനത്തിനെ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിവ് മാത്രം മതി. അല്ലാത്ത പക്ഷം വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ റെഡ്യൂസ്ഡ് സ്പേസ് അല്ലെ, സ്പേസും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവായിരിക്കും. ഇത്രയുള്ള സാധനമായിരിക്കും CNC മെഷീൻ. ഇത്രയായിരുന്നു നമ്മുടെ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ഓക്കെ.